അവിശ്വാസിയായ അകമ്പടി നായകൻ ചവിട്ടുകൊണ്ട് മരിച്ചെന്ന. അവിശ്വാസം പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റത്തില്ല. നിരാശ പറഞ്ഞാൽ അനുഭവിക്കാൻ പറ്റത്തില്ല. എപ്പോഴും അയ്യോ വയ്യേ അയ്യോ വയ്യേ എന്ന് പറഞ്ഞ് നടന്നാല് അനുഭവിക്കത്തില്ല. എന്നാൽ എന്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിത്തരാം. എന്നെ പ്രതികൂലിക്കുന്ന ശക്തിയെ നിനക്ക് എന്നോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ ദൈവത്താൽ ഞാൻ ഇതിനെ എന്നാ ദൈവത്തിന്റെ കരം ഈരട്ടി തരുവാൻ അവനോട് അടുക്കുവാൻ, അവനെ വിശ്വസിക്കുവാൻ, അടുത്തു വരുവാൻ, പൂർണ്ണമായി വിശ്വസിച്ച് ഉടമ്പടി ചെയ്യുവാൻ നിന്നെ കണ്ടിരിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ഇവരിലധികം നീ എന്നെ സ്നേഹിക്കുന്നു. പത്രോസിനോട് ദൈവം ചോദിച്ച ചോദ്യം, അധികമായി വിശ്വസിക്കുവാൻ, അധികമായി സ്നേഹിക്കുവാൻ വിട്ടുവീഴ്ചയോടെ അടുത്തു വരണം. ആരെയും നോക്കാതെ അടുത്തു വരണം. ആരെയും ആമേൻ ആമേൻ അവരുടെ ഹൃദയത്തെ ആമേൻ സങ്കടപ്പെടുത്തരുതെന്ന് വെച്ച് മാറി നിൽക്കാനല്ല. ദൈവം നിന്നോട് എന്ത് കൽപ്പിച്ചോ അതൊന്ന് ചെയ്യണം. ദൈവഹിതത്തിന് നീ ഒരുക്കണം. നിന്റെ നന്മയ്ക്കായി വ്യവഹാരത്തിന് നീ പോകരുത്. ദൈവം നിന്റെ വ്യവഹാരം ഏറ്റെടുത്തിരിക്കുന്നു. ദൈവം നിന്റെ വ്യവഹാരം വക്കീല് വേണ്ട, വേണോ? വക്കീല് വേണോ? വേണ്ട. ഒരു ജഡ്ജും വേണ്ട. ദൈവം ആമേൻ ആമേൻ അവൻ നീതിയുള്ള ന്യായാധിപൻ. ആരെ? കർത്താവ് നീതിയുള്ള ന്യായാധിപൻ. നിന്റെ ശത്രു എവിടെ പോയി ഒളിച്ച് എന്തെല്ലാം കളവ് പറഞ്ഞാലും ആമേൻ അവൻ കൊളുത്തിട്ട് മടക്കിക്കൊണ്ടു. ഒരു ഭീതി കൊടുത്താൽ പോരെ, ഒരു പരിഭ്രമം കൊടുത്താൽ പോരെ, നാട്ടിൽ വന്ന് ചികിത്സ ചെയ്യേണ്ട ഒരു കാര്യം കൊടുത്താൽ പോരെ, ആമേൻ മടക്കിക്കൊണ്ടുവരും. മടക്കിക്കൊണ്ടുവരും. വസ്തുവക ഉള്ളത് വിറ്റ് കൊണ്ടുവന്ന ആമേ അടിയറവ് വെച്ചിട്ട് നീ ഒഴിഞ്ഞു പോകാൻ പറയും. ഒന്ന് പെട്ടെന്ന് വായിച്ചേ. 2-3 കാര്യം കൂടെ ഈ തൃശ്ശൂർ കൊരട്ടിന്ന് വന്ന ദേവദാസനോട് പറയാം. വായിച്ചേ. ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും 6 ജഡ്ജസ് ന്യായാധിപന്മാർ 6 ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-14 ഒരു പേജ്. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ ഇറക്കിയവനാണെങ്കിലും അവന്റെ ഉള്ളിൽ അയ്യം വിളിയിരിക്കുക. അയ്യോ, ദൂതനെ ഇറക്കി ദൂതൻ സംസാരിക്കുക. ദൂതനാ സംസാരിക്കുന്നു. പക്ഷെ ദൂതനോട് അവൻ ചോദിക്കുക, അയ്യോ ഇത്രയും കഷ്ടതയിലിരിക്കുന്ന എന്നോടാണോ നീ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കും? ഇത്രയും കഷ്ടതയിലിരിക്കുന്ന എന്നോടാണോ നീ സമർപ്പിക്കാൻ പറയും? ഇത്രയും ഞാൻ തല്ലിക്കൊട്ടി ആരാധിക്കും. ഇത്രത്തോളം ദൂരം യാത്ര ചെയ്ത് വന്നിട്ടാണോ എനിക്ക് പക്വതമായി അല്ലാത്ത ദൂത് വരുന്നത്? ചിന്തിക്കണ്ട. ദൂതനോട് അവൻ സംസാരിക്കുക, അയ്യോ യജമാനനെ. അപ്പൊ അവൻ സപ്പോർട്ട്, വെൽക്കം സ്പീച്ചിൽ പറയുന്നത് സപ്പോർട്ടാണ് അല്ലേ? അയ്യോ അല്ലേ? റെസ്പെക്ട് ചെയ്താ പറയുന്നത്. അയ്യോ യജമാനനെ അല്ലേ? നീ ചില്ലറക്കാരനല്ലെന്നാ ദൂതനോട് അവൻ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? അല്ലേ? എന്താ നിങ്ങൾ റിയാക്ട് ചെയ്യാത്തത്? നോക്കിയിരുന്ന് തലയാട്ടരുത്. ചോദിക്കുന്ന എന്നാ ചോദ്യവാ? അയ്യോ യജമാനനെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയോ അവന് തന്നെ ഉറപ്പില്ല. അവൻ ശക്തിയോടെ ആരാധിച്ചവനാ. അവൻ ശക്തിയോടെ ആരാധിക്കുന്നവന്റെ ഉള്ളിൽ സംശയം കയറരുത്. ദൈവമാണോ ഉണ്ടല്ലോ, സംശയം കയറരുത്, അവിശ്വാസം കയറരുത്, നിരാശ കയറരുത്. പല വിഷയങ്ങളും ചിന്താകുരം